ഓരോ തവണ പെട്രോൾ അടിക്കുമ്പോഴും നമ്മൾ ഇന്ത്യക്കാർ മുഴുവൻ വഞ്ചിക്കപ്പെടുകയാണ്. എങ്ങനെയെന്നല്ലേ? ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ വണ്ടികളിൽ ഉപയോഗിക്കുന്ന പെട്രോളിൽ മോദി സർക്കാർ എത്തനോൾ ചേർത്ത് കഴിഞ്ഞ വിവരം നിങ്ങളിൽ എത്ര പേർ അറിഞ്ഞു എന്നറിയില്ല. 2021-22 തന്നെ മോദി സർക്കാർ E10 പെട്രോൾ അഥവാ 10% എഥനോൾ ചേർത്ത പെട്രോൾ രാജ്യവ്യാപകമായി നടപ്പിലാക്കിയിരുന്നു. അതായത് കഴിഞ്ഞ 3 വർഷത്തിലേറെയായി നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോളിൽ 10% എഥനോൾ ആണെന്നർത്ഥം. എന്നിട്ടും പഴയ ശുദ്ധ പെട്രോളിന്റെ ഉയർന്ന വില തന്നെയാണ് നമ്മൾ ഈ എഥനോൾ ചേർത്ത പെട്രോളിനും നൽകുന്നത്. ഇതാണ് ആദ്യത്തെ വഞ്ചന, നമ്മുടെ കുടുംബ ബഡ്ജറ്റ് താളം തെറ്റിക്കുന്ന BJP സർക്കാരിന്റെ വഞ്ചന. രണ്ടാമത്തെ വഞ്ചന മറ്റൊരു രൂപത്തിലാണ്. എഥനോൾ പെട്രോളിൽ കലർത്തുന്നതിലൂടെ നമ്മുടെ വാഹനങ്ങളുടെ മൈലേജ് കുറയുമെന്ന് സർക്കാർ തന്നെ സമ്മതിക്കുന്നു. നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം പെട്രോൾ വാഹനങ്ങളും എഥനോൾ ചേർത്ത പെട്രോൾ ഉപയോഗിക്കാൻ ഡിസൈൻ ചെയ്തവ അല്ലാത്തത് കൊണ്ട് തന്നെ സർക്കാർ പറയുന്നതിലും കൂടുതൽ മൈലേജ് നഷ്ടം നമുക്കുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ഇനി മൂന്നാമത്തെ BJP സർക്കാരിന്റെ വഞ്ചന ഓൺ ദ വേ ആണ്. പെട്രോളിൽ എഥനോളിന്റെ അളവ് 20% ഉയർത്താനുള്ള നടപടികൾ BJP സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു. ഇതൊക്കെ ചെയ്തിട്ടും ഈ സംഘികൾ ഒരു ഉളുപ്പുമില്ലാതെ ദേശസ്നേഹം പറയുന്നത് എങ്ങനെയാണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നേയില്ല.